നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ ആർട്സ് സൊസൈറ്റി കലാസ്വാദകരുടെ ജനകീയ സദസ്സ് ടാസ് തിരൂരിന്റെ 2025 ജൂലൈ മാസ പ്രോഗ്രാം 26-ന് തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ ശനിയാഴ്ച 6 മണിക്ക് നാടകവും കൈത്താങ്ങും ആദരവും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച 6 മണിക്ക് തീരം യവനിക തിരൂർ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ സംഗീത അമേച്ചർ നാടകം പേരില്ലാ പാലം പ്രവേശനം സൗജന്യം. കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് തിരൂരിൽ സാംസ്കാരിക മേഖലയിൽ ഒന്നാകെ തന്നെ 3 താലൂക്കുകളിലെ കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു വലിയ സംഘടനയാണ് തിരൂർ ആർട്സ് സൊസൈറ്റി. ടാസ് എന്ന ഇംഗ്ലീഷ് 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന തിരൂർ ആർട്സ് സൊസൈറ്റി പാവപ്പെട്ട കലാകാരന്മാരെ അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും പാവപ്പെട്ട കലാകാരന്മാരെ സഹായിക്കുകയും ചെയ്യുന്ന നാടിനെ മാതൃകയായിക്കൊണ്ട് സാംസ്കാരിക മേഖലയെ ആകെ മാതൃകാപരമായി മുന്നോട്ട് നയിക്കാൻ പോകുന്ന ഒരു സംഘടനയായിട്ടുള്ള തിരൂർ ആർട്സ് സൊസൈറ്റി അതിൻ്റെ ഈ മാസത്തെ നാടകം പേരില്ലാ പാലം എന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു അമേച്ചർ നാടകം തിരൂരിൽ ആർട്സ് സൊസൈറ്റിയുടെ കലാകാരന്മാർ അതോടൊപ്പം തന്നെ മറ്റു മേഖലയിൽ നിന്നുള്ള കലാകാരന്മാരും അണിനിരന്നുകൊണ്ട് തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ ഈ വരുന്ന ശനിയാഴ്ച 6 മണിക്ക് അരങ്ങേറുകയാണ്. അപ്പോൾ അതിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകുന്നുണ്ട്. പാവപ്പെട്ട കലാകാരനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കും. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കലാകാരന്മാരെ കലാകാരികളെ ആദരിക്കും. +2-വിലും അതുപോലെ തന്നെ SLC-യിലും ഒക്കെ തന്നെ ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള ഞങ്ങളുടെ കലാകാരന്മാരുടെ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി അവിടെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഉക്രൈൻ യുദ്ധസമയത്ത് ഞങ്ങളുടെ തിരൂർ ആർട്സ് സൊസൈറ്റിയുടെ സാദിഖ് മാഷിൻ്റെ ഒരു മോളുണ്ട്, ഡോക്ടർ ഹിസാന ഷെറിൻ PP. അവർ MBBS പാസ്സായിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ബൃഹത്തായ ചടങ്ങ് കൂടി അവിടെ നടക്കുകയാണ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുകയും നാടിനെ മാതൃകയാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ പരിപാടി. നാടകം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കലാകാരന്മാർ ഇല്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാടകകലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ അണിനിരക്കുന്ന ബൃഹത്തായ നാടകം നടക്കുകയാണ്. എല്ലാവരും ആ പരിപാടിക്ക് വരണമെന്ന് ഏറെ സ്നേഹത്തോടെ തിരൂർ ആർട്സ് സൊസൈറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മൾ SSLC-യിലും +2 തലത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്നുണ്ട്, USS നേടിയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്നുണ്ട്, കലാകാരികളെ അനുമോദിക്കുന്നുണ്ട്. അപ്പോൾ കലയെയും വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ടാസിൻ്റെ കുടുംബാംഗങ്ങളെയാണ്, അതിലുള്ള കുട്ടികളെയാണ് ആദരിക്കുന്നത്. അമേച്ചർ നാടകങ്ങൾ അതേപോലെ തന്നെ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ കാണാനുള്ള അവസരം ഉണ്ടാക്കുക. സാഹിത്യ രംഗത്തും അതേപോലെ തന്നെ സംഗീത രംഗത്തൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്കും ഒക്കെ പ്രോത്സാഹനം കൊടുക്കുക. അംഗീകാരങ്ങൾ കിട്ടിയ വലിയ കലാകാരനെ ആദരിക്കുക. അതേപോലെ തന്നെ എല്ലാ മാസവും ഒരു നിർധനനായിട്ടുള്ളൊരു കലാകാരനെ കണ്ടെത്തി അവരെ കൈത്താങ്ങ് ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാട്ടുകാരുടെ സഹായത്താൽ ലഭിക്കുന്ന ആ ഒരു സംഭാവനയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നൽകുന്ന അദ്ദേഹം തന്നെ വന്നിട്ട് സ്ഥാപന ഉടമയാണെങ്കിൽ വ്യക്തികളായാലും അവർ വന്നിട്ട് നേരിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് തിരൂർ ആർട്സ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യപരിപാടികൾ. അതോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം മത്സരങ്ങൾ സംഘടിപ്പിക്കുക, ആഘോഷങ്ങളെല്ലാം നടത്തുക. ക്രിസ്മസ്, ഓണം, പെരുന്നാൾ എല്ലാ ആഘോഷങ്ങളും നടത്തുക. കുടുംബ കൂട്ടായ്മയിലൂടെ എല്ലാവരുടെയും പങ്കാളിത്തത്തിൽ എല്ലാ പരിപാടികളും ഒരുക്കി സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഏർപ്പെടുക എന്നുകൂടി തിരൂർ ആർട്സ് സൊസൈറ്റി ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ 26-ലെ നാടകം എന്ന് പറയുന്നത് തിരൂരുകാർ അമേച്ചർ നാടകങ്ങൾ കാണാൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം പോയി മറഞ്ഞു. വീണ്ടും അമേച്ചർ നാടകങ്ങളുടെ തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവാണ് തീരം യവനിക എന്ന സമിതിയുടെ പേരിൽ KP കുട്ടി വാക്കാട് രചന നിർവഹിച്ച് തിരൂർ ദാസ് എന്ന അനശ്വരനായ അദ്ദേഹം അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പിറന്ന അതിമനോഹരമായിട്ടുള്ള സാമൂഹിക നാടകമാണ് പേരില്ലാ പാലം എന്ന നാടകം. ആ നാടകം കാണാൻ തിരൂരിലെയും പരിസര പ്രദേശത്തെയും മുഴുവൻ ആളുകളെയും
നമ്മൾ പ്രവേശനം സൗജന്യമായിട്ടാണ്. പ്രമുഖ സാഹിത്യകാരനായിട്ടുള്ള ഡോക്ടർ കെ ശ്രീകുമാർ അദ്ദേഹം ഇതിൻ്റെ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ തിരൂരിലെ പ്രിയപ്പെട്ട ഫൈസൽ ബാബു, ജ്വല്ലറി ഉടമയായിട്ടുള്ള ഫൈസൽ ബാബു അദ്ദേഹം മുഖ്യ അതിഥിയായിരിക്കും ഈ ചടങ്ങിൽ. എല്ലാവരെയും ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം, വളരെ സാധാരണക്കാരായ ആളുകളുടെ ഒരു സംഘടനയാണ്, കലാകാരന്മാരുടെ സംഘടനയാണ്. ഇതിൽ 90% ഏതെങ്കിലും ഒരു കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. വാർത്താ സമ്മേളനത്തിൽ സത്യാനന്ദൻ, സെബീന, അശോകൻ, രാജീവ്, ബദറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.